In this video, let's discuss about analysis of rates. The determination of rate per unit of a particular item of work from the cost of quantities of materials, the cost of labors and other miscellaneous petty expenses required for its completion is known as analysis of rate. അപ്പോൾ അനാലിസിസ് ഓഫ് റേറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഐറ്റം ഓഫ് വർക്കിൻ്റെ യൂണിറ്റ് റേറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അതിൻ്റെ യൂണിറ്റ് റേറ്റിൻ്റെ ഡിറ്റർമിനേഷനെയാണ് അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫ്രം ദ കോസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ്, നമ്മൾ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ കോസ്റ്റ് ഓഫ് ലേബേഴ്സിൻ്റെ കോസ്റ്റ്, പിന്നെ വേറെ വരുന്ന മിസലേനിയസ് എക്സ്പെൻസസ്, അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എ റീസണബിൾ പ്രോഫിറ്റ് യൂഷ്വലി 10% ഫോർ ദ കോൺട്രാക്ടർ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി അനാലിസിസ് ഓഫ് റേറ്റ്. അപ്പം നമ്മളിങ്ങനെ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ, അതായത് റേറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എസ്റ്റിമേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂഷ്വലി ഒരു 10% നമ്മൾ കോൺട്രാക്ടർ പ്രോഫിറ്റ് ആയിട്ടും കൂടി നമ്മൾ ആഡ് ചെയ്യും. Rate of materials are usually taken as the rate delivered at the site of work and include the first cost of transport, railway, flight ആണ്, agency taxes, etc. ഇത് ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സൈറ്റിൽ നമ്മൾ മെറ്റീരിയൽസ് ഡെലിവർ ചെയ്യുന്ന റേറ്റ് ഏതാണോ ആ റേറ്റാണ് നമ്മൾ എടുക്കുക. നമ്മുടെ സൈറ്റിൽ മെറ്റീരിയൽസ് ഡെലിവർ ചെയ്യുന്ന റേറ്റാണ് നമ്മൾ അനാലിസിസ് ഓഫ് റേറ്റിൽ നമ്മൾ യൂണിറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടും ഈ ടാക്സസും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. If the material are to be carried from a distant place more than 8 km, then the cost of transport is also added. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ട്രാൻസ്പോർട്ടിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയൽസ് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരാൻ 8 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ, അതായത് ആ മെറ്റീരിയലിൻ്റെ കൂടെ നമ്മൾ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടും കൂടി ആഡ് ചെയ്യും. The rate of materials and labors vary from place to place, and therefore the rate of different items of work also vary from place to place. അത് നമുക്കറിയാം, ഓരോ മെറ്റീരിയൽസിനും ഓരോ പ്ലേസിലും റേറ്റ് ഡിഫറൻസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ വർക്കിനും എന്താകും, റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. For the purpose of analysis, the details about all the operations involved in carrying out the work should be available. The quantities of materials required and their cost should be known, and the number of different categories of labors required and the capacity of doing work per labors and their wages per day should be known. This can be known only from the experience. അപ്പോൾ നമ്മൾ അനാലിസിസ് ഓഫ് റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മുടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ കോസ്റ്റ്, അതെല്ലാം ഉണ്ടായിരിക്കണം. അതേപോലെ നമുക്കൊരു വർക്കിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ലേബേഴ്സ് വേണം. അപ്പോൾ ആ ലേബേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വേണം. അതേപോലെ അവരുടെ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് വേണം, അവരുടെ വേജസ്. അപ്പോൾ ഓരോ ടൈപ്പ് ലേബറിനും വേജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം അവരുടെ വേജസ് അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അനാലിസിസ് ഓഫ് റേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്പീരിയൻസിൽ കൂടിയാണ് നമുക്ക് ഈ ഒരു നോളജ് എല്ലാം ഉണ്ടാവുള്ളൂ. The rate of a particular item of work depends on the following. അപ്പോൾ റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് വൺ, സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക്സ് ആൻഡ് മെറ്റീരിയൽസ്, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, പ്രൊപ്പോർഷൻ ഓഫ് മോട്ടാർ, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷണൽ ഓപ്പറേഷൻ, എക്സെട്ര. സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും, പ്രൊപ്പോർഷൻ ഓഫ് മോട്ടാർ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ദർ റേറ്റ്സ്, നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേബേഴ്സ് ആൻഡ് ദർ റേറ്റ്സ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേബേഴ്സ്, അവരുടെ വേജസ്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
Then location of site of work and its diameter from the sources of materials and the rate of transport, availability of water, etc. അതായത് അതും നമ്മൾ പറഞ്ഞല്ലോ, പ്ലേസ് ടു പ്ലേസ് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ലൊക്കേഷൻ ഓഫ് സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ അതിൻ്റെ ഡയമീറ്റർ നമ്മൾ പറഞ്ഞ പോലെ 8 കിലോമീറ്ററിൻ്റെ മുകളിൽ വരുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കൂട്ടും എന്ന് പറഞ്ഞല്ലോ. അതേപോലെ വാട്ടറിൻ്റെ അവൈലബിലിറ്റി, വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, വാട്ടർ ഒന്നും അധികം അവൈലബിൾ അല്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ വാട്ടറിനും കൂടിയൊക്കെ ചാർജ് കൊടുക്കേണ്ടി വരും. ദെൻ പ്രോഫിറ്റ്സ് ആൻഡ് മിസലേനിയസ് ആൻഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഓഫ് കോൺട്രാക്ടർ. ഇപ്പോൾ കോൺട്രാക്ടർക്ക് ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും, ഓഫീസ് എക്സ്പെൻസ്, റെൻറ്റ്, സൂപ്പർവിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, പർപ്പസ് ഓഫ് റേറ്റ് അനാലിസിസ്. എന്തിനൊക്കെയാണ് നമ്മൾ റേറ്റ് അനാലിസിസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ടു ഡിറ്റർമൈൻ ദ കറൻറ്റ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ആൻ ഐറ്റം അറ്റ് ദ ലൊക്കാലിറ്റി. അപ്പോൾ ആ ഒരു ഐറ്റം ഓഫ് വർക്കിൻ്റെ കറൻറ്റ് റേറ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. Then to examine the viability of rate offered by contractors. പിന്നെ എന്ന് വെച്ചാൽ അനാലിസിസ് ഓഫ് റേറ്റ് നമ്മൾ പറഞ്ഞു എസ്റ്റിമേഷൻ ആണല്ലേ. അപ്പോൾ ഓരോ കോൺട്രാക്ടേഴ്സും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേബേഴ്സും ഒക്കെ അനുസരിച്ച് ഓരോരുത്തരും ഉണ്ടാക്കുന്ന എസ്റ്റിമേഷൻ എമൗണ്ടിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. Then to calculate the quantity of materials and labor strength required for project planning. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയും ലേബേഴ്സിൻ്റെയും എല്ലാം ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ദെൻ ടു ഫിക്സ് അപ്പ് ലേബർ കോൺട്രാക്ട് റേറ്റ്സ്, ലേബർ കോൺട്രാക്റ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇതൊക്കെയാണ് മെയിനായിട്ട് അനാലിസിസ് ഓഫ് റേറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൗ ടു ഫിക്സ് അപ്പ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ആൻ ഐറ്റം. നമ്മൾ എങ്ങനെയാണ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ്, ലേബർ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ഓർ ടൂൾസ് ആൻഡ് പ്ലാന്റ്, ഓവർഹെഡ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് ആൻഡ് പ്രോഫിറ്റ്. ഈ 5 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ഐറ്റത്തിൻ്റെ യൂണിറ്റ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ്. ഇത് നമ്മൾ കുറച്ചൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ മെറ്റീരിയൽസ്, ലേബേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ്. The estimator takes of the quantities of materials required per unit quantity of an item following the detailed specification and calculates the cost from local market rates. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിരിക്കുമല്ലോ, അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ലോക്കൽ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് നമ്മളത് അതിൻ്റെ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. Then next, labor cost. To obtain labor cost, the number and wages of different categories of laborers, skilled and unskilled, namely mason or carpenter, mazdoor, boy, etc., required for each unit work should be known, and this number is to be multiplied by the respective wage per day or per hour. അപ്പോൾ ലേബർ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ലേബേഴ്സ് വേണം. ചിലതിന് സ്കിൽഡ്, അൺസ്കിൽഡ്, പിന്നെ ഇതേപോലെ കാർപ്പൻറ്റർ, മസ്ദൂർ, ബോയ്, അങ്ങനെ ഓരോരുത്തരുണ്ട്. അപ്പോൾ അവരുടെ വേജസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഏതൊക്കെ ലേബേഴ്സിനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൻ്റെ നമ്പേഴ്സ്, അതായത് ഓരോ വർക്ക് ചെയ്യാനും ഓരോ കാറ്റഗറി ഓഫ് ലേബേഴ്സ് എത്ര വേണമെന്ന് നമ്മൾ നോക്കുക. അതിനനുസരിച്ച് അവർക്കൊരു ഫിക്സഡ് വേജ് ഉണ്ടാകും. ഇപ്പോൾ ഒരു പെർ ഡേ ഒരു 800 അല്ലെങ്കിൽ 1000 അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ നമ്പറിനെ ആ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, ടൂൾസ് ആൻഡ് പ്ലാന്റ്സ്. Wherever possible, the cost of equipments and ordinary tools and plants, those are required for ground use, should be allocated to specific item of rate. ഓക്കെ, അപ്പോൾ നമ്മൾ ടൂൾസ് ആൻഡ് പ്ലാന്റ്സ് നമ്മൾ നോക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രൗണ്ട് യൂസ് ഒക്കെ ആണെങ്കിൽ, എക്സാമ്പിളാണ് കോൺക്രീറ്റ് മിക്സറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നമുക്ക്
ഗ്രൗണ്ട് യൂസിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനനുസരിച്ച് ഇപ്പം അതൊക്കെയെന്ന് വെച്ചാൽ എത്ര ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെ വെച്ചിട്ടായിരിക്കും അതിൻ്റെയൊക്കെ കോസ്റ്റ് വരുന്നത്. അപ്പം നമുക്കതങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. Then, for certain tools and plans, it is difficult to allocate their use to an individual item of rate, and it is therefore suggested to add cost in such cases of expenditure to overhead, that is establishment charges. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ചില ഗ്രൗണ്ട് യൂസിനുള്ള മെറ്റീരിയൽസിനൊക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ടൂൾസ് ആൻഡ് പ്ലാൻസ് എല്ലാം നമുക്ക് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടൂൾസിൻ്റെ എല്ലാം റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതൊരു ഓവർഹെഡ് ചാർജ് ആയിട്ടാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമുക്ക് അതിന് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ, ആ ഒരു ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് റേറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ഓവർഹെഡ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജിൽ നമ്മൾ പെടുത്തും. ഓക്കെ, ഫോർത്ത് വൺ ആണ് ഓവർഹെഡ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്. This includes such items as office rent, depreciation of its equipments, salaries of staff, postage, lighting, travelling, telephone account, plan and specification, etc. Small tools, plans, ladders, ropes and such hand tools as the contractor provides for the workman should also be included in the overhead charges. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓവർഹെഡ് ചാർജസിലാണ് വരുന്നത്. കുറേ കാര്യങ്ങളില്ല, അതായത് നമുക്ക് ഈ എസ്റ്റിമേഷനിൽ പെടാണ്ട് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ, ഓഫീസ് റെൻറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊന്നും നമ്മൾ എസ്റ്റിമേഷനിൽ എടുക്കില്ലല്ലോ. അതേപോലെ ലൈറ്റിങ്, സാലറീസ് ഓഫ് സ്റ്റാഫ്, പിന്നെ ചെറിയ എന്തെങ്കിലും ടൂൾസ്, ലാഡേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരുന്ന റേറ്റ്, അതാണ് നമ്മൾ മെയിൻലി ഓവർഹെഡ് ചാർജിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. This is usually 2.5% of the net cost of a unit rate and may rise up to 5%. അപ്പോൾ നമ്മൾ ഓവർഹെഡ് ചാർജ് നമ്മൾ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടുള്ള എസ്റ്റിമേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു 2.5 മുതൽ 5% വരെ നമ്മൾ ഇതേപോലെ ഓവർഹെഡ് ചാർജും കൂടിയായിട്ട് നമ്മൾ കൂട്ടും. Overhead charges increase if the progress of a project is delayed. ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഭയങ്കര ഡിലേ ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓവർഹെഡ് ചാർജസ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഈ പറഞ്ഞ എക്സ്പെൻസസ് ഒക്കെ അപ്പോൾ കൂടുകയല്ലേ, ഇങ്ങനെ ഓഫീസ് റെൻറ്റ്, സൂപ്പർവിഷൻ ചാർജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടും. ഇപ്പോൾ പ്രോജക്റ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഓവർഹെഡ് ചാർജ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഓവർഹെഡ് ചാർജിന് നമുക്ക് മെയിനായിട്ട് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് ജനറൽ ഓവർഹെഡ്, നെക്സ്റ്റ് ആണ് ജോബ് ഓവർഹെഡ്. എന്താണ് ജനറൽ ഓവർഹെഡ്സ് എന്ന് നോക്കാം. എ കോൺട്രാക്ടർ ഫേം യൂസ് ടു മെയിൻറ്റെയിൻ ഓഫീസ് ത്രൂ ദ ഇയേഴ്സ് ഇറസ്പെക്റ്റീവ് ടു റണ്ണിങ് വർക്ക്സ് ഇൻ ഹാൻഡ്. അപ്പം ജനറൽ ഓവർഹെഡ്സ് എന്താണെന്ന് വെച്ചാൽ അത് മെയിനായിട്ട് നമുക്ക് ഓഫീസിലൊക്കെ വരുന്ന എക്സ്പെൻസസ് ഉണ്ടല്ലോ, ജനറലായിട്ട് വരുന്ന നമ്മുടെ എക്സ്പെൻസസ് ആണ് ജനറൽ ഓവർഹെഡിൽ വരുന്നത്. അപ്പോൾ ഈ ജനറൽ ഓവർഹെഡ് എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഉണ്ടെങ്കിലും വർക്ക് ഇല്ലെങ്കിലും ഈ ജനറൽ ഓവർഹെഡ് അവിടെ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആണ് സാലറീസ് ഓഫ് ഓഫീസ് സ്റ്റാഫ്, പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ആർട്ടിക്കിൾസ്, ഈ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, റിപ്പയർസ് എക്സെട്ര, ഓഫീസ് റെൻറ്റ്, ടെലിഫോൺ ആൻഡ് ഇലക്ട്രിക് ബിൽസ്, ട്രാവലിംഗ് എക്സെട്ര. അങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള വരുന്ന എക്സ്പെൻസസ് ആണ് ഈ ജനറൽ ഓവർഹെഡിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അത് ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ദ വോളിയം ഓഫ് വർക്ക്. അത് വോളിയം ഓഫ് വർക്കിന് ഡിപ്പെൻഡ് ചെയ്യില്ല. അവിടെ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ ഒരു ഫേമിൽ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജോബ് ഓവർഹെഡ്. There are the nature of expenses directly incurred to construct a job or project. ഇപ്പം ജോബ് ഓവർഹെഡ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു എക്സ്പെൻസസ് ഒക്കെ ജോബ് റിലേറ്റഡ് ആണ്. അതിൽ വരുന്നതാണ് സാലറീസ് ഓഫ് ഓൾ പേഴ്സണൽസ്, ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ എൻഗേജ്ഡ് ഫോർ ദി വർക്ക്. ഇപ്പോൾ ജനറലിൽ നമ്മൾ പറഞ്ഞു അതിനകത്തെന്ന് വെച്ചാൽ നമ്മൾ സാലറീസ് ഓഫ് സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ് ഒക്കെ വരുള്ളൂ. ഇപ്പോൾ ജോബ് ഓവർഹെഡ് എന്ന് വെച്ചാൽ എല്ലാ പേഴ്സൺസിൻ്റെയും സാലറീസ് അതിൽ വരും, ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ആ ഒരു വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരുടെയും. ദെൻ ടെമ്പററി ഷെഡ്സ്, നമ്മൾ സൈറ്റിൽ ചിലപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി ഷെഡ് കിട്ടും ആസ് ഹോം ആൻഡ് ഗോ ഡൗൺ റെൻറ്റ്സ് ഓഫ് ദി വർക്ക്. അപ്പോൾ അതിനൊക്കെ വരുന്ന എക്സ്പെൻസസ്. ദെൻ സ്മോൾ ടൂൾസ്, ലാഡേഴ്സ്, റോപ്സ് ആൻഡ് ഹാൻഡ് ടൂൾസ് ആസ് ദ കോൺട്രാക്ടർ പ്രൊവൈഡ്സ് ഫോർ ഹിസ് വർക്ക്മാൻ. ഇപ്പോൾ കോൺട്രാക്ടർ സൈഡിലേക്ക് കൊണ്ടുവരുന്ന ടൂൾസ്, ലാഡേഴ്സ്, റോപ്സ്, അതിന് വരുന്ന എക്സ്പെൻസസ് വരും.
Then repair and depreciation for tools and plants. നമ്മുടെ ടൂൾസിന് എന്തെങ്കിലും റിപ്പയർ വരികയാണെങ്കിൽ അതിനുള്ള കോസ്റ്റ് വരും. പിന്നെ ലൈറ്റിംഗ് അറ്റ് സൈറ്റ്, നമ്മൾ സൈറ്റിലേക്ക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള എമൗണ്ട്. മൊബിലൈസേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ടൂൾസ് ആൻഡ് പ്ലാൻസ്, നമ്മൾ കറക്റ്റായിട്ട് ടൂൾസ് പ്ലാൻസ് എല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക. ദെൻ പബ്ലിക് റിലേഷൻസിന് വേണ്ടി വരുന്ന പബ്ലിക് റിലേഷൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസസ് ഒക്കെ വരും. ദെൻ ലേബർ വെൽഫെയർ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്, ലേബേഴ്സിനുള്ള വെൽഫെയറും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാവും. വർക്ക്മാൻസ് കോമ്പൻസേഷൻ, ഇൻഷുറൻസ് എക്സെട്ര. അപ്പോൾ അവർക്ക് നമുക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കോമ്പൻസേഷനായിട്ട് കുറച്ചൊരു എമൗണ്ട് കൊടുക്കും. പിന്നെ ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഇൻട്രസ്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്, തെഫ്റ്റ് ഓർ ലോസ്, എന്തെങ്കിലുമൊക്കെ തെഫ്റ്റോ ലോസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് മെയിനായിട്ട് ജോബ് ഓവർ ഹെഡിൽ വരുന്നത്. അപ്പോൾ ജോബ് ഓവർ ഹെഡ് ഈസ് നോട്ട് എ നോൺ എക്സ്പെൻസ്, ഡിപ്പെൻഡ്സ് ഓൺ ദ വോളിയൂം ഓഫ് വർക്ക്. അപ്പം ഈ ജോബ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വോളിയൂം ഓഫ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ജനറൽ ഓവർ ഹെഡ് എന്ന് വെച്ചാൽ അത് ജനറൽ ആണ്, അത് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. വർക്കൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രോപ്പർ ഫിക്സഡ് എമൗണ്ട് അവിടെ ഉണ്ടാവും. അതൊരു നോൺ ആണ്, നമുക്കറിയാം അതെന്തായാലും അത്രയും ഉണ്ടാവുമെന്ന്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ആണ് പ്രോഫിറ്റ്. Generally, a profit of 10% should be considered reasonable for ordinary contracts after allocating all charges of equipments, establishments, etc. ഇപ്പോൾ പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് എസ്റ്റിമേഷനൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർക്ക് അതിൽ നിന്നെങ്കിലും പ്രോഫിറ്റ് കിട്ടണ്ടേ. അതായത് ഈ പറഞ്ഞ എക്സ്പെൻസസ് ഒക്കെ മെറ്റീരിയൽസ്, ടൂൾസ്, ലേബേഴ്സ് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കി തരുന്ന കോൺട്രാക്ടർക്ക് ഒരു പ്രോഫിറ്റ് വേണം. അപ്പോൾ അതും നമ്മൾ എസ്റ്റിമേഷനിൽ അല്ലെങ്കിൽ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ജനറലി ഒരു 10% ആണ് ഇങ്ങനെ കോൺട്രാക്ടർ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്, ജനറലി കേട്ടോ. ഫോർ സ്മോൾ ജോബ്സ് 15% പ്രോഫിറ്റ്, ആൻഡ് ഫോർ ജോബ് 8% പ്രോഫിറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് റീസണബിൾ. അയ്യോ, ഇത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ, ഇതിലെന്തോ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ പോലെ. ഓക്കെ, അപ്പോൾ സ്മോൾ ജോബ്സ് ആണെങ്കിൽ 15%, വലിയ ജോബ്സ് ഒക്കെ ആണെങ്കിൽ 8% പ്രോഫിറ്റും ആണ് കോൺട്രാക്ടർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോണ്ടിൻജൻസീസ് ഓർ മിസലേനിയസ് ചാർജസ്. ഓക്കെ, the term contingencies indicate the incidental expenses of a miscellaneous character which cannot be reasonably predicted during preparation of the estimate, and to meet such unforeseen expenses an additional amount of 3 to 5% of the estimated cost of work is provided in the total estimate. Okay, അപ്പം ഈ കോണ്ടിൻജൻസീസ് ഓർ മിസലേനിയസ് ചാർജസും നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യും. കോൺട്രാക്ടർ പ്രോഫിറ്റും നമ്മൾ ആഡ് ചെയ്യും, ഇങ്ങനെ കോണ്ടിൻജൻസീസും നമ്മൾ ആഡ് ചെയ്യും. കോണ്ടിൻജൻസീസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില എക്സ്പെൻസസ് ഒക്കെ വരും, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസസ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് മാറ്റി വയ്ക്കും. ആ ഒരു എമൗണ്ട് ആണ് കോണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ടൊരു 3 to 5% ഒക്കെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 3 to 5% ഒക്കെയാണ് നമ്മൾ കോണ്ടിൻജൻസി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. The miscellaneous incidental expenses which cannot approximately be classified under any distinct subhead may be debited to the subhead contingencies. ഓക്കെ, അപ്പോൾ ഈ മിസലേനിയസ് അല്ലെങ്കിൽ കോണ്ടിൻജൻസി എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നിലും ക്ലാസിഫൈ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതായത് ഫിക്സഡ് ആയിട്ട് ഒരു സാധനത്തിനാണ് ഇത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ഡിഫറെൻറ്റ് വർക്ക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ കോണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ്, സപ്പോസ് there is an item in an estimate for cement plastering 1:4 with a neat cement finish, but during execution it is decided to provide nosing at the end of steps. As there is no allocation of funds for thin small work, the cost of such work may be met up from contingency fund. ഇപ്പോൾ കോണ്ടിൻജൻസി എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ ആണ്, ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുകയാണ്, 1:4 ചെയ്യുവാണ്. അപ്പോൾ അത് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു
ഒരു ചെറിയ നോസിങ് നമ്മൾ സ്റ്റെപ്പിൽ പ്രൊവൈഡ് ചെയ്യുകയാണെന്ന്. പക്ഷെ ആ ചെറിയ നോസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്തിട്ടില്ല, നമ്മൾ വർക്ക് ചെയ്തപ്പോഴാണ് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊരു സ്മോൾ വർക്കാണ്. നോസിങ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ വർക്കൊന്നുമല്ല. അപ്പോൾ അതിനൊരു ചെറിയ എമൗണ്ടേ വരൂ. അപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ റിവൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വീണ്ടും എസ്റ്റിമേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഫണ്ടിനെയാണ് ഈ കോണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത്. Okay, but in the case of expenditure is necessary due to change of design or due to increased volume of work and whose cannot be covered from the contingency fund, supplementary or revised estimates are submitted for its sanction before taking up the work. അപ്പോൾ വലിയ വർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഈ പ്ലാനിലോ ഡ്രോയിങ്ങിലോ എന്തെങ്കിലും ഡിസൈനിലൊക്കെ ചേഞ്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടിജൻസി ഫണ്ടിൽ ഒതുങ്ങാത്ത വലിയൊരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരികയാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ടൈമിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. The provision of contingencies may not be diverted to any new work or repair which is not provided in the estimate and of which the cost exceeds of ₹2000 with the sanction of the superintending engineer. ഈ ഒരു പാരഗ്രാഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇത്രയാണ് കോണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ വർക്കൊക്കെ നമ്മുടെ അൺഫോർസീൻ ആയിട്ടുള്ള എന്തെങ്കിലും സ്മോൾ വർക്ക്സ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ വർക്ക് വരികയാണെങ്കിൽ ആ ഒരു എമൗണ്ട് ഒന്ന് എന്താ പറയുക ഓക്കെ ആയി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ എസ്റ്റിമേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു 3 to 5% കൂടി നമ്മൾ കോണ്ടിൻജൻസി ഫണ്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് അനാലിസിസ് ഓഫ് റേറ്റിൽ നമുക്ക് പറയാനുള്ളത്.